ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുകയാണ് അമേരിക്ക. ആക്രമണം ഉറപ്പായ ഘട്ടത്തിലാണ് ആണവ കരാർ സംബന്ധിച്ച ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ അറിയിച്ചത്. ഇതോടുകൂടി താൽക്കാലികമായെങ്കിലും ആ യുദ്ധ ഭീഷണി മാറി. അതേസമയം മറ്റൊരു യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പശ്ചിമേഷ്യയിൽ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ആ യുദ്ധം മറ്റൊരിടത്തുമല്ല, അത് യമനിലാണ്. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോക്സികളിലൊന്നായ ഹൂതികൾക്ക് നേരെ യമനിലെ ഔദ്യോഗിക ഭരണകൂടം ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. യമൻ സൈന്യത്തിലെ 80,000-ഓളം സൈനികർ ആക്രമണത്തിനും യുദ്ധത്തിനുമുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് യമനിൽ നിന്നുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹുദൈദ തുറമുഖം കേന്ദ്രീകരിച്ച് ഹൂതികളുടെ പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പുകൾക്ക് നേരെയും ഹൂതികളുടെ പ്രധാന ഓപ്പറേഷൻ സെന്ററുകൾക്ക് നേരെയും യമൻ സൈന്യം ഉടൻ തന്നെ ആക്രമണം നടത്തുകയും ഹൂതികളിൽ നിന്ന് ആ പ്രദേശങ്ങളൊക്കെ തന്നെ പിടിച്ചെടുക്കുകയും ചെയ്യുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2014 മുതൽ ഹുദൈദ തുറമുഖവും അതുപോലെ തന്നെ യമന്റെ തലസ്ഥാനമായ സനയുമെല്ലാം ഹൂതി വിമതരുടെ കീഴിലാണ്. ഹൂതി വിമതരാണ് ഇവിടെ ഭരണം നടത്തുന്നത്. യമന്റെ ഔദ്യോഗിക ഭരണകൂടത്തിനോ യമന്റെ സൈന്യത്തിനോ കാര്യമായ ഒരു ഇടപെടൽ നടത്താൻ ഈ മേഖലയിൽ കഴിയുന്നില്ല. ഇതിനാണ് ഇപ്പോൾ ഒരു അന്ത്യം കുറിക്കാൻ പോകുന്നത്. അമേരിക്ക യമനിൽ നടത്തിയ ഹൂതികൾക്കെതിരെ നടത്തിയ അതിരൂക്ഷമായ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെയാണ് യമൻ ഭരണകൂടത്തിന് യമന്റെ ഔദ്യോഗിക സേനയ്ക്ക് ഹൂതികളുടെ മേൽ മേധാവിത്വം നേടാൻ കഴിയുമെന്നുള്ള സാഹചര്യം ഉണ്ടായത്. അമേരിക്കയുടെ വ്യോമാക്രമണം വൻതോതിലുള്ള തിരിച്ചടിയാണ് ഹൂതികൾക്ക് ഉണ്ടാക്കിയത്. ഹൂതി നേതൃനിരയിലെ നിരവധി പേർ കൊല്ലപ്പെട്ടു. ഹൂതികളുടെ ഇൻഫ്രാസ്ട്രക്ചറിന്മേൽ വലിയ നാശനഷ്ടം അമേരിക്കൻ വ്യോമാക്രമണം വരുത്തി. ഇത് ഒരവസരമാക്കി മുതലാക്കിക്കൊണ്ട് ഹൂതികൾക്ക് നേരെ വീണ്ടും ഒരു ആഭ്യന്തര യുദ്ധത്തിനാണ് യമൻ ഭരണകൂടം ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. യമന്റെ ഔദ്യോഗിക സൈന്യത്തിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം സർക്കാർ നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. 80,000 സൈനികർ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. 2018 സൗദിയുടെയും എമിറാത്തികളുടെയും പിന്തുണയോടുകൂടി യമൻ സൈന്യം ഹുദൈദ തുറമുഖം തിരിച്ചു പിടിക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ നടത്തിയതാണ്. ഹുദൈദ തുറമുഖത്തെ വളഞ്ഞു. ഹൂതി വിമതരിലേക്കുള്ള എല്ലാ സഹായങ്ങളും തടഞ്ഞുവെച്ചു. അവിടെ ആ സഹായങ്ങൾ പോകുന്ന പാതകളൊക്കെ തന്നെ വഴികളൊക്കെ തന്നെ അടച്ചു. പിന്നീട് ഐക്യരാഷ്ട്രസഭ ഇതിൽ ഇടപെടുകയും ഇത് മാനുഷിക പ്രശ്നമാണെന്നും ഹൂതി വിമതരെ ഇത്തരത്തിൽ തടഞ്ഞു വയ്ക്കുന്നത് വലിയ തരത്തിലുള്ള മാനുഷിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും പറഞ്ഞു. അതിനു പിന്നാലെ ഒരു സമവായ ചർച്ചകളിലേക്ക് UN തിരിഞ്ഞു. 2019 ഒരു കരാറിൽ ഒപ്പിടുകയും ചെയ്തു. അതിന് പിന്നാലെ യമൻ സൈന്യം പിൻവാങ്ങി, സൗദി സൈന്യവും എമിറാത്തി സൈന്യവും പിൻവാങ്ങി. എന്നാൽ അധിക കാലമൊന്നും തന്നെ ആ കരാറിന് ആയുസ് ഉണ്ടായിരുന്നില്ല. 2021 ഹൂതികൾ എല്ലാ കരാറുകളും ലംഘിച്ചുകൊണ്ട് വീണ്ടും ഹുദൈദയും പരിസര പ്രദേശങ്ങളും സനയുമൊക്കെ തിരിച്ചു പിടിച്ചു, തങ്ങളുടെ അധീനതയിലാക്കി. അവിടെയുള്ള യമന്റെ ഔദ്യോഗിക സേനയെ ആട്ടിപ്പുറത്താക്കി. വലിയ ചോരപ്പുഴ ഒഴുക്കിക്കൊണ്ടായിരുന്നു ഹൂതി വിമതരുടെ ഈ പ്രവർത്തനം. അതിനുശേഷം ഇതുവരെ യമന്റെ ഔദ്യോഗിക സേനയ്ക്ക് ഈ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഹൂതികളെ സാമ്പത്തികമായും സൈനികമായും സഹായിക്കുന്നത് ഇറാനാണ്. ഇറാന്റെ കയ്യിൽ നിന്ന് ആവശ്യത്തിലധികം ആയുധങ്ങൾ ഹൂതികൾക്ക് എല്ലാ കാലത്തും ലഭിക്കുന്നുണ്ട്, സാമ്പത്തികം ലഭിക്കുന്നുണ്ട്. എണ്ണ വിറ്റ് കിട്ടുന്ന പണത്തിന്റെ സിംഹഭാഗവും ഇറാൻ എന്ന ഈ രാജ്യം ചെലവഴിക്കുന്നത് തീവ്രവാദത്തിന് വേണ്ടിയാണ്. അതിൽ വലിയൊരു പങ്ക് ലഭിക്കുന്നത് ഹൂതികൾക്കാണ്. അതുകൊണ്ടാണ് ഇറാൻ ആരെ ആക്രമിക്കണമെന്ന് പറഞ്ഞാലും അടുത്ത സെക്കൻഡിൽ ഹൂതികൾ ആ ആക്രമണം നടത്തുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേലിന് നേരെ നിരന്തരം ആക്രമണം നടത്താൻ ഇറാൻ ഹൂതികളെ ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം മാത്രം 5 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ ഹൂതികൾ തൊടുത്തുവിട്ടത്. ഇതുകൂടാതെ ചെങ്കടലിലൂടെയുള്ള ചരക്ക് കപ്പലുകളെ കൊള്ളയടിക്കുക എന്നുള്ളതാണ് ഹൂതികളുടെ മറ്റൊരു വിനോദം. വൻതോതിലുള്ള സാമ്പത്തിക നേട്ടം ഇതിലൂടെ ഉണ്ടാക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ചെങ്കടലിലെയും ഏദൻ കടലിടുക്കിലെയും ഒക്കെ കപ്പൽ പാത നിയന്ത്രിക്കുന്നത് പോലും ഹൂതികളാണ്. ഹൂതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഹുദൈദ തുറമുഖം.
ലോകത്തുള്ള തീവ്രവാദികൾക്ക് ആവശ്യമായിട്ടുള്ള തീവ്രവാദ സംഘടനകൾക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളും മയക്കുമരുന്നുകളുമെല്ലാം എത്തുന്ന ഏറ്റവും വലിയ പോർട്ട്. ആ പോർട്ട് കേന്ദ്രീകരിച്ചാണ് ലോകത്തിലെ തന്നെ ഇസ്ലാമിക തീവ്രവാദം നിലനിൽക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത്തരമൊരു തുറമുഖം ഹൂതികൾക്ക് നഷ്ടമായാൽ പിന്നീട് ഹൂതികൾക്ക് നിലനിൽപ്പില്ല. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യമൻ ഭരണകൂടം ഇപ്പോൾ ഹൂതികൾക്ക് നേരെയുള്ള ആഭ്യന്തര യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത്. ഇതിന് അമേരിക്കയുടെ പരിപൂർണമായ പിന്തുണയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഹൂതികൾക്കെതിരെയുള്ള യമൻ ഭരണകൂടത്തിന്റെ ഈ സൈനിക നടപടിക്ക് അമേരിക്കൻ വ്യോമസേനയുടെയും അമേരിക്കൻ നാവികസേനയുടെയും സഹായമുണ്ട്. അമേരിക്കയുടെ വ്യോമസേന യമൻ ഭരണകൂടത്തിന് വേണ്ടി, യമൻ സൈന്യത്തിന് വേണ്ടി ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്താൻ ഏത് നിമിഷവും ഒരുക്കമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഹൂതികൾക്ക് നേരെ അമേരിക്കൻ വ്യോമസേനയുടെ ആക്രമണം നടക്കുകയും അതിന് പിന്നാലെ യമൻ ഔദ്യോഗിക സേന കരയുദ്ധം ആരംഭിക്കുകയും ചെയ്താൽ വീണ്ടും ഒരിക്കൽ കൂടി ഹൂതികൾ യമനിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ ഘട്ടത്തിൽ സ്വാഭാവികമായും ഇടപെടേണ്ട രാജ്യം ഇറാനാണ്. നേരത്തെ ഉള്ള സാഹചര്യമാണെങ്കിൽ ഇറാൻ യമൻ ഭരണകൂടത്തിന് നേരെ ഹൂതികളെ സഹായിക്കാനായി രംഗത്ത് വന്നേനെ. എന്നാൽ നിലവിൽ ഇറാന്റെ അവസ്ഥ മറ്റൊന്നാണ്. ഇറാനെ നാലുപാട് നിന്ന് അമേരിക്ക പൂട്ടിയിരിക്കുന്നു. ഇറാന്റെ വാ തുറക്കാൻ കഴിയുന്നില്ല, കൈകൾ അനക്കാൻ കഴിയുന്നില്ല. ഇറാനെ പൂർണ്ണമായും കെട്ടിയിട്ടിരിക്കുന്നു അമേരിക്ക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ സ്വന്തം തടി നോക്കാൻ പോലും കഴിവില്ലാത്ത ഇറാൻ എങ്ങനെയാണ് ഇപ്പോൾ ഹൂതികളെ സഹായിക്കാൻ പോകുന്നത്? ഇതാണിപ്പോൾ ഇറാന്റെ അവസ്ഥ. അപ്പോൾ എന്തായാലും ഈ അവസരം മുതലെടുത്ത് ഹൂതികളെ സമ്പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാനുള്ള ആ ഓപ്പറേഷന് തയ്യാറെടുക്കുകയാണ് യമനിലെ ഔദ്യോഗിക സൈന്യം. അതിന് പരിപൂർണ പിന്തുണയുമായി അമേരിക്കയും ട്രംപും ഒക്കെ ഒപ്പമുണ്ട്.